താമരശ്ശേരിയിൽ നിന്ന് കാണാതായ കുട്ടികളെ ഇന്നലെ രാത്രിയോടെയാണ് കണ്ടെത്തിയത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കുട്ടിയെ വൈകിട്ടോടെയും 2 കുട്ടികളെ രാത്രിയോടെയുമാണ് കണ്ടെത്താൻ സാധിച്ചത്. കുട്ടികൾ മേപ്പാടി വടുവഞ്ചാലിലെ എസ്റ്റേറ്റ് മേഖലയിൽ ടെന്റടിച്ച് താമസിക്കുകയായിരുന്നു. നാട്ടുകാർ ഒരു കുട്ടിയെ കണ്ടെത്തിയതോടെ മറ്റ് 2 കുട്ടികൾ എസ്റ്റേറ്റിന് അകത്തേക്കോടി രക്ഷപ്പെട്ടു. രാത്രി 11 മണിവരെ ഇവർക്കായുള്ള തെരച്ചിൽ നീണ്ടു. ഒടുവിൽ സ്കൂട്ടറിൽ മേപ്പാടിയിലേക്ക് പോകുന്നത് കണ്ട നാട്ടുകാർ സഹപാഠികളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും തടഞ്ഞുവയ്ക്കുകയായിരുന്നു. കുട്ടികളെ 3 പേരെയും മാതാപിതാക്കളോടൊപ്പം താമരശ്ശേരി പോലീസിന് കൈമാറി. നാട്ടുകാരും പോലീസും വനംവകുപ്പും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തിയത്. വന്യമൃഗ സാന്നിധ്യമുള്ള പ്രദേശത്ത് കുട്ടികളെ കാണാതായത് ആശങ്കയുണ്ടാക്കിയിരുന്നു. സ്കൂളിനടുത്ത പ്രദേശത്തെ പറമ്പിൽ കുട്ടിയുടെ സ്കൂൾ യൂണിഫോം കളഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കൊപ്പം പെൺകുട്ടി സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ചിത്രം അധ്യാപകന് ആരോ അയച്ചു നൽകി. +2 വിദ്യാർത്ഥിയുടെ സുഹൃത്തും 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് +1 പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന അമ്പായത്തോട് സ്വദേശിയും ഇവർക്കൊപ്പം സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ വിദ്യാർത്ഥിയുടെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു ചലാൻ വന്നിരുന്നു. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിനെ തുടർന്ന് വൈത്തിരിയിലെ ക്യാമറയിൽ പതിഞ്ഞതിനെ തുടർന്നായിരുന്നു RC ഓണറായ അമ്മയുടെ ഫോണിലേക്ക് ചലാൻ വന്നത്. ഇതോടെയാണ് ഇവർ വയനാട് ഭാഗത്തേക്കാണ് പോയതെന്ന് വ്യക്തമായത്. തുടർന്ന് വടുവഞ്ചാൽ ഭാഗത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. പോലീസ് തങ്ങളെ സൈബർ സെൽ വഴി പൊക്കാതിരിക്കാൻ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും യാത്രയ്ക്കുള്ള കാശിനായി ഒരു ഫോൺ വിൽക്കുകയും ചെയ്തായിരുന്നു ഇവർ മുന്നോട്ട് പോയത്. വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് 15-കാരിയായ 10ാം ക്ലാസ്സുകാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ ക്ലാസ് തുടങ്ങിയിട്ടും കുട്ടി എത്താതിരുന്നതോടെ അധ്യാപകർ വീട്ടിൽ വിവരം അറിയിച്ചു. തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും നടത്തിയ തെരച്ചിലിൽ സ്കൂളിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും പെൺകുട്ടിയുടെ സ്കൂൾ യൂണിഫോം കണ്ടെത്തിയതോടെയാണ് എല്ലാവരും ഞെട്ടിയത്. അന്വേഷണം മുറുകിയപ്പോഴാണ് ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ 17-കാരനെയും അവന്റെ ഉറ്റ സുഹൃത്തായ +1 വിദ്യാർത്ഥിയെയും 2 സ്കൂട്ടറുകൾ സഹിതം കാണാനില്ലെന്ന വിവരം പുറത്തു വന്നത്. മൂവരും ഒപ്പമുണ്ടെന്ന കാര്യം ആദ്യം ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ സ്കൂളിന് സമീപത്തെ പറമ്പിൽ ഇവരെ അസ്വാഭാവിക സാഹചര്യത്തിൽ കണ്ട ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി മൊബൈലിൽ പകർത്തിയ ഒറ്റ ഫോട്ടോയാണ് കേസിൽ ടേണിംഗ് പോയിന്റായി മാറിയത്. ഈ ചിത്രം സ്കൂൾ അധികൃതർ തിരിച്ചറിഞ്ഞതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേവലം ഒരു സാധാരണ ഒളിച്ചോട്ടമായിരുന്നില്ല ഇത്. വനത്തിൽ തങ്ങി ജീവിക്കാനുള്ള കടുത്ത പ്ലാനിങ്ങോടെയായിരുന്നു കുട്ടികളുടെ പുറപ്പാട്. യാത്രയ്ക്ക് പണം കണ്ടെത്താനായി ഗ്രൂപ്പിലെ ഒരാളുടെ 18,000 രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ താമരശ്ശേരിയിലെ ഒരു കടയിൽ വെച്ച് 10,000 രൂപയ്ക്ക് ഇവർ വിറ്റ് കാശാക്കി. സൈബർ സെല്ലിന്റെ ട്രാക്കിംഗ് ഭയന്ന് മറ്റ് 2 ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തു. ഈ കാശുകൊണ്ട് കാട്ടിൽ തമ്പടിക്കാനായി ടാർപ്പായ, അരി, ബ്രെഡ്, കത്തി, പാത്രങ്ങൾ എന്നിവയും ഇവർ വാങ്ങിക്കൂട്ടിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഇവർ ലക്കിടി ചുരം കടന്ന് വയനാട്ടിലേക്ക് പോയതായി വിവരം കിട്ടി. വിദ്യാർത്ഥികൾ വയനാട് വടുവഞ്ചാലിലെ ചിത്രഗിരി ഭാഗത്തുണ്ടെന്ന സൂചന ലഭിച്ചതോടെ പോലീസും നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് കാട്ടിൽ വലിയ തെരച്ചിൽ ആരംഭിച്ചു. കാട്ടിലെ 5 ഏക്കറോളം വരുന്ന കുന്നിൻ മുകളിൽ ഇവർ ടാർപ്പായ കെട്ടി ടെന്റടിച്ച് താമസിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ചിത്രഗിരി സ്കൂളിന് സമീപത്തെ കാട് മൂടിയ പ്രദേശത്ത് വെച്ച് നാട്ടുകാർ ആദ്യം +1 വിദ്യാർത്ഥിയെ പൊക്കി. പോലീസ് എത്തിയെന്നറിഞ്ഞതോടെ മറ്റു 2 പേർ അവിടെ നിന്ന് സ്കൂട്ടറിൽ അതിവേഗം പാഞ്ഞു. ഇതോടെ നാട്ടുകാരും പോലീസും വണ്ടികളിൽ ഇവരെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നു. ഒടുവിൽ അർദ്ധരാത്രിയോടെ പാടി വയലിന് സമീപം വെച്ച് നാട്ടുകാർ ഇവരെ വളഞ്ഞു പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മേപ്പാടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച വിദ്യാർത്ഥികളെ കൗൺസിലിംഗിനും തുടരന്വേഷണ നടപടികൾക്കും വിധേയമാക്കിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു.